പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗായ് എന്ന പിന്നാക്ക ഗ്രാമത്തിലാണ് മൻമോഹൻ സിംഗ് ജനിച്ചത്. ദാരിദ്ര്യത്തോട് പടവെട്ടിയാണ് അദ്ദേഹം രാജ്യത്തിന്റെ അത്യുന്നത പദവി വരെ എത്തിയത്. മൈലുകളോളം നടന്നായിരുന്നു അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം നേടിയത്. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലായിരുന്നു രാത്രികാലങ്ങളിലെ പഠനം. പാവപ്പെട്ട കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളുടെ സഹായത്തോടെ പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണറും രാജ്യത്തിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവും UGC ചെയർമാനും അടക്കമുള്ള പദവികളിലേക്ക് പിൽക്കാലത്തെത്തി. 2004 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA അധികാരത്തിലെത്തിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു. സ്വാഭാവികമായും അവർ തന്നെ പ്രധാനമന്ത്രി കസേരയിലേക്ക് അനായാസം എത്തുമെന്ന് രാഷ്ട്രീയ ലോകം ഒന്നടങ്കം കരുതിയിരുന്നു. എങ്കിലും പ്രധാനമന്ത്രിയാകാൻ സോണിയാഗാന്ധി വിസമ്മതിച്ചു. പ്രണബ് മുഖർജിയെ പോലുള്ള മുൻനിര നേതാക്കളെക്കാൾ വിശ്വസ്തനായി കണ്ട മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സോണിയാഗാന്ധിയാണ് നിർദ്ദേശിച്ചത്. പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് വരുന്നത് ഏറെ അമ്പരപ്പോടെയാണ് രാഷ്ട്രീയ ലോകം അന്ന് ഉറ്റുനോക്കിയിരുന്നത്. ഭരണപരമായ കാര്യങ്ങളിൽ മൻമോഹൻ സിംഗും രാഷ്ട്രീയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം സോണിയയുടേതുമെന്ന നിലയിലായിരുന്നു തുടക്കം. എന്നാൽ പിന്നീട് സുപ്രധാന നയ തീരുമാനങ്ങളെല്ലാം UPA അധ്യക്ഷ എന്ന നിലയിൽ സോണിയ വഴിയായത് മൻമോഹൻ സിംഗിന് റബ്ബർ സ്റ്റാമ്പ് എന്ന പഴി കേൾക്കാൻ ഇടയാക്കി. സ്വന്തം മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ പോലും സോണിയയുടെ നിലപാടിനായി കാതോർത്തു നിന്നപ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ. ക്യാബിനറ്റിലെ മുതിർന്ന അംഗമായിരുന്ന പ്രണബ് മുഖർജിയാണ് അക്കാലം മന്ത്രിമാരുടെ മിക്ക ഉന്നതതല സമിതിയെയും നയിച്ചിരുന്നത്. 2 വർഷം തടവിന് ശിക്ഷിക്കപ്പെടുന്ന ഏത് MPയും ഉടൻ അയോഗ്യനാക്കപ്പെടുമെന്ന സുപ്രധാനമായ സുപ്രീം കോടതിയുടെ വിധി മറികടക്കാൻ മൻമോഹൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് പാർട്ടി MP കൂടിയായ രാഹുൽ ഗാന്ധി 2013 പരസ്യമായി കീറിയെറിഞ്ഞ സംഭവം പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ വേദനിപ്പിച്ച സംഭവമായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ ഏറ്റവും ദുർബലൻ എന്ന് തോന്നിപ്പിച്ച സംഭവമായിരുന്നു അത്. എന്നാൽ പിന്നീട് രാഹുൽ ഗാന്ധി മൻമോഹൻ സിംഗിനോട് ഖേദം പ്രകടിപ്പിച്ചുവെന്നാണ് വിവരം. അമേരിക്കയുമായി ഉണ്ടാക്കിയ ആണവ കരാറിനെ ചൊല്ലിയാണ് ഒന്നാം UPA സർക്കാരിനുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിക്കുന്നത്. ആ സമയത്തെ പ്രതിസന്ധിയെ മറികടക്കാൻ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ ഉടൻ തന്നെ ഉറപ്പാക്കിയ മൻമോഹൻ സിംഗ് അതിലൂടെ തന്റെ രാഷ്ട്രീയ ബുദ്ധി വൈഭവവും പ്രകടമാക്കിയിരുന്നു. പാർട്ടിക്കകത്ത് തനിക്കുമേൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച മറ്റു നേതാക്കളോട് കീഴടങ്ങാൻ മൻമോഹൻ സിംഗ് തയ്യാറായിട്ടില്ല. പലതവണ അദ്ദേഹം പ്രധാനമന്ത്രി പദം രാജിവെക്കുമെന്ന ഭീഷണി മുഴക്കിയെങ്കിലും പരസ്യമായി തികഞ്ഞ അച്ചടക്കം പാലിച്ച പാർട്ടി പ്രവർത്തകൻ മാത്രമായിരുന്നു അദ്ദേഹം.